മണൽ മാഫിയയും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് തെളിവുകൾ നിരത്തി എഡിജിപിയുടെ റിപ്പോർട്ട്. തെക്കൻ ജില്ലകളിലാണ് അവിശുദ്ധ ബന്ധം വ്യാപകമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ക്രമസമാധാനം തകരുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് ഈ അവിശുദ്ധ ബന്ധം ഏറ്റവും പ്രകടം. ജില്ലയിലെ 4 ഡിവൈഎസ്പിമാർക്കും മണൽ മാഫിയയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംശയമുള്ള പോലീസുകാരുടെ മൊബൈൽ ഫോണിന്റെയും സ്വകാര്യ ഫോണിന്റെയും രേഖകളും വിളിയുടെ വിശദാംശങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. പോലീസുകാരനെ കുത്തിക്കൊന്ന് ആഡ് ആന്റണി രക്ഷപ്പെട്ടതും മാതൃഭൂമി ലേഖകൻ VB ഉണ്ണിത്താനെ കൊലപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയതും ക്രമസമാധാന തകർച്ചയുടെ കാരണങ്ങളായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മണൽ മാഫിയ ബന്ധമാരോപിച്ച് കൊല്ലം റൂറൽ എസ്പിയെ സ്ഥലം മാറ്റിയതിനു പിന്നാലെ റൂറൽ എസ്പി ഓഫീസിലെ സൂപ്രണ്ടിനെയും സ്ഥലം മാറ്റി. നേരത്തെ ശാസ്താംകോട്ട CIയെ മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ദേബേഷ് കുമാർ ബെഹ്റയെ മണൽ മാഫിയ ലോറിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നെന്ന വിവരത്തെ തുടർന്നും എഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലത്ത് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യ വിഷൻ.